മൈ ചാനൽ ഇവാൻ ഫാമിലി വ്ളോഗ് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കലോട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ദിവസമാണ്. ഞങ്ങൾ 3 കിളികൾ ഒരു പാമ്പ് അണലിപ്പാമ്പ് വിഴുങ്ങി. അപ്പം ഇവിടെ എല്ലാവരും കൂടിക്കുണ്ട്. ഒരു പാമ്പിനെ കാണിക്കാം. വാ, മുട്ടയും കൂടി ഈ പാമ്പ് ഇത് 3 തല ഈ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് കോഴിന്റെ മുട്ട വരെ ഇത് വിഴുങ്ങിണ്ടാവും. അപ്പൊ ഇതിന്റെ വയറ് വല്ലാത്ത വലുതാണ്. അത് അതിന്റെ ഉള്ളിൽ ഇതുണ്ട്. കുട്ടികളല്ല, കിളി. വലിയ കിളിയാണ്. എന്നാൽ എങ്ങനെയാണ് അത് ഉള്ളിക്ക് കയറുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഗായ്സ് ഇതുണ്ടല്ലോ, കൊത്താൻ നേരത്തെ നീന്നു അത് കട്ടായി പോയി. ഇനി നമ്മൾക്ക് എല്ലാവരുടെ അടുത്തും അഭിപ്രായം ചോദിക്കണം. അപ്പൊ ചോദിക്കാൻ പോവാം. അപ്പൊ അണുക്ക് തോന്നണേ, എങ്ങനെയാണോ ഈ പാമ്പ് ഇതിന്റെ ഉള്ളിൽ കയറിയ ശരി, പക്ഷെ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അതിന്റെ വയറ് വീഴ്ത്തിട്ടേ എങ്ങനെയാണോ പോയി. ഇതേപോലെ ഇനി 3 കിളികളെ മാത്രം നിന്നു. അതിന്റെ പോയി മുട്ടിന്നു, അത് നിന്നു. ഇതിനെങ്ങനെ പുറത്തേക്ക് ഇറക്കും? പറഞ്ഞാ അതിന്റെ ഉള്ളത്തെ ചട്ടിയൊക്കെ മാറ്റിട്ട് എന്ത് ചെയ്യുന്നു, അതിന്റെ മേലെ എന്ത് ചെയ്യുന്നു, വരുന്ന മാറ്റം കുപ്പി വെക്കുക വലിയ. എന്നിട്ട് പാമ്പിനെ ഇറക്കി കുപ്പിയിൽ കൊടുക്കുക വെച്ചാ, എന്നിട്ട് അടയ്ക്കുക, എന്നിട്ട് എവിടെയും കൊണ്ടേ കളയാ. ബുദ്ധിമാൻ പറയാം. ഏണ അതൊക്കെ പണ്ട്, ഇപ്പത്തെ ആൾക്കാർക്കൊന്നും ചെയ്യാത്തില്ല. ഒരു പാമ്പിന്റെ അടുത്താണ് അതിന്റെ വാലോട് പിടിക്കുക, കഷ്ണമാക്കി നിർത്താണ്ട് എണ്ണയ്ക്ക് വറക്കാണ്ട് കഴിക്കുക. പാമ്പിനെ എങ്ങനെ പിടിക്കാൻ? ഇവനെ ഞാൻ ഒരു ഫ്രാൻസിൽ ജീവിക്കണമെന്ന് ഇതാ. ഇനി ഞാൻ എങ്ങനെ പിടിക്കുക ഞാൻ പറയാൻ പോണേ. അതിനുള്ളിലല്ലേ ഒരു വലിയ പീസ് പൈപ്പ് കയറ്റുക, എന്നിട്ട് അത് നേരെ ഒരു ബക്കറ്റിലേക്ക് ആക്കുക, ചാക്കിലേക്ക് ആക്കുക. ആ PVC പൈപ്പിനുള്ളിലൂടെ ചാക്കിനുള്ളിലേക്ക് ഇടുക, കെട്ടിയിടുക. പാമ്പ് അത്യാവശ്യം എന്താ പറയാ വലുതാണ്. പിന്നെ അതല്ല, കുറച്ച് വിഷം കൂടുതലാണ്. പ്രത്യേകിച്ചാണല്ലോ പാമ്പായതുകൊണ്ട്. അത് പപ്പ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ ഇങ്ങനെ കോലിട്ട് നോക്കിയപ്പോ അത് ഇങ്ങനെ കടിക്കാൻ വന്നു. അപ്പൊ കോലിലൊക്കെ വിഷമൊക്കെ ആയിണ്ട്. തിരിച്ചറിവല്ലേ? വാല് നീണ്ടതാണ് അണലിന്റെ. അമ്മക്ക് എന്താ തോന്നണേ ഈ ഇതിനെ കുറിച്ചിട്ട്? ആരും കൊത്താതെ രക്ഷപ്പെട്ടു പോന്നു. ഇതിങ്ങനെ ഇറങ്ങാൻ നോക്കണ്ട് കൈസ്. ഇറങ്ങിയ നമ്മളെ കൊത്തൂട്ടാ. ഇതാ തല അങ്ങനെ. ഇനി എന്തു ചെയ്യും ഗൈസ്? ഇവിടെ ആണെങ്കിൽ ഒടുക്കത്തെ മഴ. യെസ്, മഴയാണ് ഗൈസ്. മഴ, കണ്ണീർ പൂവിന്റെ മഴ. കിളികൾ ചത്ത കണ്ണീർ പൂവിന്റെ മഴയാണ് ഗൈസ് നടക്കുന്നത്. 3 എണ്ണം. ഒന്ന് അമ്മയിരുന്നു. ആ അമ്മ പെറ്റ കുട്ടി ആണ് 3ാമത്തത്. എന്നിട്ട് അതിനെയും കൊന്നു. ഇതെങ്ങനെ വന്നു? ഇതൊക്കെ ഇത്രയും ഹൈറ്റിലുള്ള ഇതാണ്. സംഭവം കുറച്ച് അത്യാവശ്യം നല്ല സംഗതി 3/4 മീറ്റർ നീളല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ വണ്ണം പുറത്തിറങ്ങാൻ നോക്കണം ഗൈസ്. ഈ പാമ്പ് ആണെങ്കിൽ നമ്മ കൊല്ലാൻ പറ്റും. അത് എല്ലാവർക്കും അറിയാലോ കൊല്ലാൻ പറ്റുന്നു. ആണെങ്കിൽ ഒരു 2 മിനിറ്റ് മതി. ഈ വിഷം കൊണ്ട് 2 മിനിറ്റ് മതി നമ്മൾ ചാവാൻ. 2 മിനിറ്റ് മതിയില്ലേ?
ഇതിനെ ചിലപ്പോൾ ഞങ്ങള് വിളിക്കേണ്ടി വരും എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ വേണമെങ്കിൽ ഞങ്ങൾക്ക് തോട്ടിലറിയാം നാടൻ സ്റ്റൈലും വേണ്ടി വരും. ഇപ്പൊ എല്ലാരും കൂടിയിരിക്കുകയാണ് ഇവിടെ. ഇതിന്റെ ചലനം എന്ന് പറഞ്ഞാലേ ഇതിന്റെ തല ട്രയാങ്കിൾ ആണെന്ന് തോന്നുന്നത്. അല്ല ട്രയാങ്കിൾ അല്ലേ, തല ലവ് ഷേപ്പ് അല്ലേ, ലവ് ഷേപ്പ് പോലത്താന്ന് തോന്നുന്നു. പിന്നെ പെരുമ്പാമ്പ് അട്ടത്തും കയറും, എല്ലായിടത്തും കയറും. അതാണ് ഉദ്ദേശിച്ചത്, അട്ടത്തും കയറും. വിഷം തുപ്പുണ്ട് കേട്ടാ, വിഷം തുപ്പുണ്ട്. ഇതിനെ മനസ്സിലായിണ്ട്. അതാ അടി കൂടെ തലട്ടു, അടി കൂടെ തലട്ടു. കണി കാണില്ല, കണി നോക്കൂ. നീങ്ങളൂ ഞാൻ വരണോ അപ്പ? നീങ്ങണോ? അതാ നീങ്ങണോ? നോക്കൂ 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 നോക്ക് നോക്ക്. അതാ നീങ്ങണോ? രക്ഷപ്പെടാനാണ് ഞങ്ങളെ കിളിയും പോരാ. അല്ലേ ഞാനെങ്കിൽ അപ്പൊ ഗൈസ് ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിർത്താൻ പോവാണ്. അതാ 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 എന്നാല് ഞങ്ങളെ 3 കിളീനെ റോസ്റ്റ് ആക്കി. അയ്യ റോസ്റ്റ് ആക്കുകയാണെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ തലേന്ന് എടുത്ത് പൊച്ചിരുന്നു. ഈ തിന്നണം എന്നില്ലേന്നു. തപ്പിയും കൊണ്ട് ഏതെങ്കിലും ഗ്യാപ്പിൽ വന്നാ എല്ലാരും ഓടിക്കൊണ്ട്. അല്ല ഇനി ഒരിക്കലും ഇതിന്റെ വയറ് ശരിയാവില്ല. ഇതിനെ കൊന്നിട്ട് നമുക്ക് കഷ്ണം കഷ്ണാക്കിയിട്ട് കറി വെച്ചാലോ? കുറെ നേരമായി അതിന്റെ ഏട്ടനത് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ട്. അത് ആദ്യം അതിനെ അടിച്ച് കൊല്ല, എന്നിട്ട് കുറച്ച് മുളക് തേക്കുക, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കട്ടിംഗ് മാറ്റിൽ വെക്കുക. കട്ടിംഗ് മാറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് 1, 2, 3, 4 ഒരു 10-15 കഷ്ണം, എന്നിട്ട് ആ എണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ട് അതിന്റെ ഉള്ളിക്കാൻ കിട്ടിട്ട പാമ്പ് കഷ്ണം. എന്നിട്ട് ഇങ്ങനെ പൊരിച്ച് വരുമ്പോ എടുത്തിട്ട് എല്ലാം ഇതിനെ തിന്നണോന്നുണ്ടാവും കണ്ണനെ. പുറത്തേക്ക് പോകാൻ നോക്കിക്കൊണ്ടേ ഞാൻ അതിനൊരു മീലേക്ക് കൊണ്ടുപോയിട്ടാണ്. പുഴയ്ക്കോ ഞങ്ങള് അയ്യോ ാണ് ഞങ്ങൾ. അല്ല ഇവിടെ ചേരേനെ കണ്ടല്ലേ നമ്മള്, ഇവിടെ ചേരേനെ കണ്ടല്ലേ നമ്മള്. ഗൈസ് പാമ്പു പാമ്പു ഗൈസ് പാമ്പു പാമ്പു അയ്യോ തുപ്പും ഇപ്പൊ തുപ്പും ഇപ്പൊ തുപ്പും. ആ തുപ്പും. അപ്പൊ ഗായ്സ് നമ്മൾ ഈ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തണ്. ഈ പാമ്പ് പോണില്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ടാണ് പോയത്. അതാ വീടെത്തിയപ്പോ നല്ല സ്പീഡിലാണ് പോണത് ഗായ്സ്. അപ്പൊ ഞാൻ കുറെ ദിവസങ്ങളായിട്ട് വ്ളോഗൊന്നും ഇടില്ല, ഫ്രീ കിട്ടിയപ്പോ ഒന്ന് ഇട്ടതാണ്. അപ്പൊ ഗായ്സ് ബൈ ഗായ്സ്, ഐ ആം യു ആൻഡ് ഫാബിയോ. താങ്ക് യു.